വിഷ്ണു. ഇന്ന് ഓഗസ്റ്റ് 31, ചലച്ചിത്ര താരം ജയസൂര്യയുടെ ജന്മദിനം. അതായത് നമ്മുടെ സ്വന്തം ജയേട്ടൻ്റെ ജന്മദിനം. പതിവ് പോലെ ഇക്കൊല്ലവും കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി വാഴപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന സുഹൃതം സേവാനിലയത്തിലെ സഹോദരങ്ങൾക്കൊപ്പമാണ് നമ്മുടെ ജന്മദിനാഘോഷം. ഇന്നൊരു കാര്യം, ഇന്ന് ഇവിടുത്തെ ഓണാഘോഷം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഓണാഘോഷം നമുക്ക് ഇവർക്കൊപ്പം കൂടാം. എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക കേട്ടോ. സുഹൃതം സേവാനിലയം എന്നത് ഓട്ടിസം എന്ന രോഗം ബാധിച്ച പുരുഷന്മാരെ പരിചരിക്കുന്ന ഒരു സ്ഥാപനമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഓട്ടിസം രോഗം ബാധിച്ച ഒരുപാട് സഹോദരങ്ങളെ ഇവിടെ പരിപാലിച്ചു പോരുന്നു. അവർക്ക് വേണ്ട ആഹാരവും ചികിത്സയും സംരക്ഷണവും ഇവിടെ നൽകുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സുഹൃതത്തിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് ആഹാരം നൽകിക്കൊണ്ടാണ് ജന്മദിനം ആഘോഷിക്കാറുള്ളത്. സച്ചിനും മിഥുനും പിന്നെ നമ്മുടെ സുഹൃതത്തിലെ ചേട്ടന്മാരും ഒക്കെ ചേർന്ന് ഓണാഘോഷങ്ങളുടെ സ്റ്റേജൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാണ്. സ്റ്റേജും ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ എല്ലാവരും എത്തിച്ചേർന്നു. കുളിച്ചു സുന്ദരന്മാരായി എല്ലാവരും നടുത്തളത്തിലെത്തി. വിളക്ക് തെളിയിച്ച് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇവരുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ. ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം രാവിലത്തെ ആഹാരം കഴിക്കാൻ എല്ലാവരും ഡൈനിങ് ഹാളിലേക്ക് എത്തി. ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും നിർദ്ദേശമനുസരിച്ച് ഓരോരുത്തരും അവരുടെ സ്ഥാനത്ത് സ്ഥലം പിടിച്ചു. ഇഡലിയും സാമ്പാറുമാണ് ഇന്നത്തെ ഇവരുടെ പ്രഭാത ഭക്ഷണം. അത് എടുക്കുന്നതിൻ്റെ തിരക്കിലാണ് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ. ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ആഹാരം വിളമ്പി തുടങ്ങി. അരുണും മിഥുനും സച്ചിനും പിന്നെ നമ്മുടെ ചേട്ടന്മാരും ഒക്കെയാണ് ആഹാരം അവർക്ക് നൽകുന്നത്. എല്ലാവരും ആസ്വദിച്ചിരിക്കുന്നുണ്ട്.
ഇവർക്ക് ഓരോ ദിവസവും വ്യത്യസ്തമായ ഓരോ ആഹാരങ്ങളാണ് നൽകുന്നത്. എന്നാൽ ചിലത് കഴിക്കാൻ പാടില്ലതാനും. എല്ലാ കാര്യങ്ങളും ഇവിടെയുള്ളവർ നല്ല രീതിയിലാണ് നോക്കുന്നത്. ഇവിടെ ഒരാൾക്ക് ആഹാരം തനിയെ വാരിക്കഴിക്കാൻ ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഒരു ചേട്ടനാണ് വാരിക്കൊടുക്കുന്നത്. കണ്ടില്ലേ? ഡാൻസ് കളിക്കുന്നുണ്ടോ ഇന്ന്? ആ, വിഷ്ണു ജീവൻ. ആ, വിഷ്ണു. ഇന്നെല്ലാരും പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയൊക്കെ ഉണ്ടല്ലേ? ആ, ആഹാ, വിജയുടെ പാട്ടാണോ? ആഹാരത്തിന് ശേഷം എല്ലാവരും നടുത്തളത്തിൽ എത്തിച്ചേർന്നു. ഇനി നമുക്ക് ജന്മദിനാഘോഷവും ഓണാഘോഷവും തുടങ്ങേണ്ടതുണ്ട്. ആദ്യം തന്നെ കേക്ക് മുറിച്ച് മധുരം നൽകിക്കൊണ്ട് ജന്മദിനാഘോഷത്തിനും ഓണാഘോഷത്തിനും തുടക്കമായി. അങ്ങനെ എല്ലാവർക്കും മധുരം നൽകിയതിനു ശേഷം ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. അമൃത്. ഇതുപോലുള്ള ആഘോഷങ്ങളും പരിപാടികളുമൊക്കെയാണ്
ഇവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെയുള്ള സന്തോഷങ്ങൾ അവർക്ക് നൽകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഇവരെ ഇതുപോലെ സന്തോഷിപ്പിക്കാൻ നമുക്കും സാധിക്കും. എങ്ങനെയെന്നാൽ നമ്മുടെ നാട്ടിലും വീട്ടിലും നടക്കുന്ന ചെറിയ ചെറിയ ആഘോഷവേളകളിൽ ഇവരെയും ഭാഗമാക്കും. അതിനായി നമ്മൾ ചിലവാക്കുന്ന തുകയിൽ ഒരു വിഹിതം അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനായി മാറ്റിവെക്കുക. അങ്ങനെ നമുക്ക് അവരെയും നമ്മുടെ ആഘോഷവേളയിൽ ഭാഗമാക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇവരുടെ ഈ ആഘോഷങ്ങളുടെ ഭാഗമാകാൻ വരുന്ന ഓരോ അമ്മമാരും അച്ഛന്മാരും അവരുടെ മക്കൾക്ക് നൽകുന്നത് പോലെ എന്തെങ്കിലും ഒരു ആഹാരം അവർക്ക് വേണ്ടി കരുതും.